റോഷിബാൽ നോക്കൂ, മന്ത്രിസഭയിൽ 14 പുതുമുഖങ്ങളുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ക്യാബിനറ്റിലെ പുതുമുഖമാണ്. കേരളം ഒട്ടാകെ കാത്തിരിക്കുന്നു ഇവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ. ആ കൂറ്റൻ പന്തലിനകത്ത് നിന്ന്, ആ വേദിയിൽ നിന്ന് ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്യും കൃത്യം 10 മണിക്ക്. മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അല്പസമയത്തിനകം തന്നെ എത്തുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ടീം VDSന്റെ സത്യപ്രതിജ്ഞ കാണാൻ നമ്മുടെ ടീം റെഡിയല്ലേ റോഷിബാൽ? റോഷി, നമ്മൾ പൂർണ്ണമായും സജ്ജമാണ്. ഏതാണ്ട് 10 മണിക്കാണ് സത്യപ്രതിജ്ഞയെങ്കിൽ പോലും വളരെ നേരത്തെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ വേണ്ടി പല ഭാഗത്തുനിന്നായി UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, മുസ്ലിം ലീഗ് പ്രവർത്തകർ അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കാസർഗോഡ് മുതൽ കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്തേക്കുള്ള ഒഴുക്കാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് UDF അധികാരത്തിലെത്തുന്നത്. അതിന്റെ ഒരു ആവേശമാണ് അവരുടെയൊക്കെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 10 വർഷം അവർ നടത്തിയ ഒരു പോരാട്ടമാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അത് വളരെ പുതിയ കാഴ്ചകളാണ്. കാരണം സണ്ണി ജോസഫ് പാളയം പള്ളിക്കകത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിന്റെ ഒരു വശത്തായി കാണുന്നത്. റോഷിബാൽ തുടർന്നോളൂ, പറഞ്ഞോളൂ അവിടുത്തെ വിശേഷങ്ങൾ. റോഷി, അങ്ങനെ ഇപ്പോൾ എത്തിയ ആളുകൾ ഇങ്ങനെ നമുക്ക് കാണാം. ഇവരൊക്കെ ഇത്രയും നേരത്തെ, ഏതാണ്ട് ഇപ്പോൾ 6:15 ആവുന്നേ ഉള്ളൂ. 10 മണിക്കാണ് ഇവരൊക്കെ അകത്ത് കടന്ന് സത്യപ്രതിജ്ഞയുടെ ഭാഗമാകാൻ വേണ്ടി എത്തിയതാണ്. എവിടുന്ന് എത്തിയത്? കുമ്പളകി, കൊച്ചി കുമ്പളകി. നേരത്തെ എത്തി, 4 മണിക്ക് എത്തി. കൊടുങ്ങല്ലൂര്. ഓക്കെ. തലശ്ശേരി. വേങ്ങര. എല്ലാവരും വലിയ ആവേശത്തിലാണ്. മലപ്പുറം. ചേർത്തല. പല സ്ഥലങ്ങൾ, കുന്നംകുളം. അപ്പോ പല സ്ഥലങ്ങളാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ ജില്ലകളിൽ നിന്നും നേരത്തെ തന്നെ, എത്രയോ നേരത്തെയാണ്. കാരണം ഇപ്പോൾ 6 മണി, ഇനിയും 4 മണിക്കൂർ കിടക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന്. അപ്പോൾ അവർ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം കാത്തിരിക്കുകയാണ്. ഇവിടെ കനത്ത സുരക്ഷയാണ്. സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന എല്ലാ റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രിമാർ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ എല്ലാവർക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായി വലിയ LED വാളുകൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം നഗരത്തിലേക്ക് പല ജില്ലകളിൽ നിന്ന് എത്തുന്ന പ്രവർത്തകർക്കൊന്നും ഇതിനകത്തേക്ക് സ്റ്റേഡിയത്തിൽ പരിമിതിയുണ്ട്. അപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് പ്രത്യേക സൗകര്യം LED വാൾ ഒരുക്കിക്കൊണ്ട് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ UDFന്റെ മന്ത്രിമാരുടെ വകുപ്പുകളടക്കം അതിൽ അന്തിമ തീരുമാനം ആകേണ്ടതുണ്ട്. അതൊക്കെ ഏറെ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകും. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യ ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാണ്. അതിനൊപ്പം തന്നെ ക്യാബിനറ്റ് കഴിയുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നോട്ടിഫിക്കേഷൻ വരും മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച്. ഈ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനം അതിന്റെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി, ആ 5 ഗ്യാരണ്ടികൾ അത് സർക്കാർ മന്ത്രിസഭ പാസ്സാക്കാനുള്ള സാധ്യതയാണ്. അത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം അത് വിവരങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താം.